വളരെ സന്തോഷം. നമ്മൾ ബലിപെരുന്നാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ചെറിയ പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റാത്ത ഒരു ചെറിയ പ്രയാസമുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഈ വർഷം ബലിപെരുന്നാൾ വളരെ സമുചിതമായിട്ട് തന്നെ നമുക്ക് ഇപ്പോൾ ആഘോഷിക്കുവാൻ സാധിക്കുകയാണ്. വളരെ സന്തോഷിക്കുന്ന ഒരു ദിനമാണെന്ന്. കാരണം ബഹ്റൈനിൽ ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു ഒത്തുകൂടലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പെരുന്നാൾ, ചെറിയ പെരുന്നാൾ നമ്മൾക്ക് ഇവിടെ കൂടാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വന്ന് നമ്മളൊക്കെ പ്രതീക്ഷകൾക്ക് മുന്നിലാണുള്ളത്. ഇവിടെയും നാട്ടിലൊക്കെ വരുന്ന ഈ വലിയ മാറ്റം നമുക്ക് കൂടുതൽ സന്തോഷമാവട്ടെ. എല്ലാവർക്കും ഈ ദിനത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് ദിനാശംസകൾ നേരുന്നു. സ്കൂൾ ഗ്രൗണ്ടിൽ കഴിഞ്ഞ വർഷങ്ങളായി നടന്നു വരുന്ന ഈദ്ഗാഹിൽ ഇന്ന് വളരെ സന്തോഷത്തോടെ കൂടെയാണ് പങ്കെടുത്തത്. കഴിഞ്ഞ ചെറിയ പെരുന്നാൾ നമസ്കാരം മിസ്സായതുകൊണ്ട് തന്നെ ഇന്ന് വൻ ജനാവലിയാണ് ഇന്ത്യൻ സ്കൂളിൽ കാണാൻ കഴിഞ്ഞത്. ഏതായാലും എല്ലാവർക്കും, പ്രവാസി സമൂഹത്തിലുള്ളവർക്കും ബലിപെരുന്നാൾ ആശംസകൾ നേരുന്നു. സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും സന്തോഷത്തിന്റെയും ഈദാശംസ നേരുകയാണ്. ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും സഹോദര്യത്തിന്റെയും സന്ദേശം വിളിച്ചു വന്ന ഈ ഈദ് ദിനത്തിൽ ലോകത്ത് പ്രത്യേകിച്ചും ഈ പശ്ചിമേഷ്യയിൽ സമാധാനം ശാന്തിയും പുലരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഈദ് മുബാറക്. 1000 ബലിപെരുന്നാൾ ആശംസകളെ. വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. നമ്മൾ എല്ലാവർക്കും നാടിനെ പോലെ തന്നെ ഇവിടെ ഒത്തുകൂടാനും ഒന്നിച്ച് ഈദാശംസകൾ പങ്കിടാനും കഴിഞ്ഞ ഭാഗ്യം തന്നെയാണ്. വളരെ സന്തോഷം തന്നെയാണ്. കാരണം നമ്മുടെ നാട്ടിലെ ഒരു ഓർമ്മകളിലേക്കൊക്കെ ഇത് പോകുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദാശംസ തന്നെയാണ്. വലിയ സന്തോഷത്തോടു കൂടിയാണ് ബഹ്റൈനിലെ മലയാളി സമൂഹം ഇന്നിവിടെ ഈദ്ഗാഹിൽ സമ്മേളിച്ചിട്ടുള്ളത്. കഴിഞ്ഞ നാളുകൾക്ക് ശേഷം പശ്ചിമേഷ്യ ഒന്നാകെ യുദ്ധം തീർത്ത അശാന്തിയുടെയും അസമാധാനത്തിന്റെയും നാളുകൾക്ക് ശേഷം മനുഷ്യർക്ക് ഇതുപോലെ സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും ഒരുമിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ഭാഗ്യമായി കരുതുന്നു. ലോകമെങ്ങും ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കുറേ നാൾക്ക് ശേഷമാണ് ഇന്ത്യൻ സ്കൂളിൽ നമ്മൾ ഒത്തുചേരുന്നത്. ഈ ഒരു പ്രശ്നത്തിന്റെ കാലയളവിൽ ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാരാണ് ഈ ഇന്ത്യൻ സ്കൂളിന്റെ മൈതാനിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. എന്റെയും ഒരിക്കൽ കൂടി ഈദ് ആശംസകൾ അറിയിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ. പ്രവാസികൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വലിയ പെരുന്നാളിനെ ഒത്തുകൂടിയിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ പെരുന്നാളൊക്കെ ഒരു പ്രതിസന്ധിയുടെയും അശാന്തിയുടെ ഒക്കെ ഒരു നിഴലിലാണ് നമ്മൾ ആഘോഷിച്ചതെങ്കിൽ അതെല്ലാം മാറി വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഇത്തവണ ഒത്തുചേർന്നിട്ടുള്ളത്. ബഹ്റൈനിലെ ഈദ് ഇന്ന് എല്ലാ മലയാളികളും വളരെ സവിസ്തരം കൊണ്ടാടുകയാണ്. കഴിഞ്ഞ റമദാനിലെ ഈദ് നമുക്ക് ആഘോഷിക്കാൻ കൃത്യമായിട്ട് സാധിച്ചില്ല. ഇവിടെ ഇന്ത്യൻ സ്കൂൾ പരിസരത്ത് വിവിധങ്ങളായ ആശയക്കാരും എല്ലാ മലയാളികളും വിവിധങ്ങളായ ജില്ലകളിൽ നിന്നുള്ള എല്ലാ മലയാളികളും ഒത്തുചേർന്നുകൊണ്ടുള്ള ഒരു ഈദാണ്. എല്ലാവർക്കും ഈദ് ആശംസ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈദുൽ അദ്ഹ ആശംസകൾ. ലോകത്തെമ്പാടുമുള്ള വിശ്വാസികൾ ഈദുൽ അദ്ഹ ആഘോഷിക്കുന്ന വേളയിൽ ബഹ്റൈനിലുള്ള പ്രവാസികളും ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ലോകത്ത് ഈ പെരുന്നാൾ സമാധാനം നിറയ്ക്കട്ടെ, എല്ലാവരും സന്തോഷത്തിലാവട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് മുബാറക്, ഈദുൽ അദ്ഹ ആശംസകൾ.